ഒരു കാലത്തും പ്രതിമ വയ്ക്കുക അല്ലെങ്കിൽ ഫോട്ടോ വയ്ക്കുക സ്ഥാപനത്തിന് പേരിടുക ഈ കാര്യം സംഘം ചെയ്തിട്ടില്ല. സംഘത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് കാര്യാലയങ്ങൾക്കൊക്കെ കേശവകൃപ, മാധവകൃപ, മാധവ നിവാസ് എന്നൊക്കെ പേരിടുന്നുള്ളതല്ലാതെ മറ്റൊരു ഇതിൽ അത് ചെയ്യില്ല. കേശവൻ, മാധവൻ എന്ന രണ്ട് പേര് ഉപയോഗിക്കും. പക്ഷേ ഹെഡ്ഗേവാർ എന്നോ ഗോൾവൽക്കർ എന്നോ ഉപയോഗിക്കാറില്ല കാര്യാലയങ്ങളിൽ പോലും. ഉണ്ടോ? മാധവ നിവാസ് എന്ന് പറയുമ്പോൾ ഒരു വെരി കോമൺ നെയിം. അറിയാവുന്നവർക്കറിയാം ഇത് ഏത് മാധവനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പലപ്പോഴും അറിഞ്ഞില്ലെങ്കിലും ദോഷമൊന്നുമില്ല. ലുക്ക് അറ്റ് അവർ ട്രഡീഷൻ. ദേവർസിയുടെ കാലം വന്നപ്പോൾ ശാഖയിൽ രണ്ട് ഫോട്ടോയെ പാടുള്ളൂ. ഡോക്ടർ ജിയും ഗുരുജിയും, പിന്നെ ഫോട്ടോ വേണ്ട. ഇത് ദേവർസി കൊണ്ടുവന്ന ചിട്ടയാണ്. കാരണം ഓരോ സർസംഘചാലകൻ്റെയും ഫോട്ടോ വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര സർസംഘചാലകന്മാരുടെ ഫോട്ടോ വയ്ക്കണം? സംഘസ്ഥാനിൽ ഫോട്ടോ വയ്ക്കാനേ സ്ഥലം ഉണ്ടാവുള്ളൂ. സ്വയം സേവർ പുറത്ത് നിൽക്കേണ്ടി വരും. ഇത് മുൻകൂട്ടി കണ്ടിട്ട് ദേവർസി പറഞ്ഞു, സ്റ്റോപ്പ്, ഇവിടെ വെച്ച് നിർത്തിയത്. സ്മാരകം ഇവിടെ വെച്ച് നിർത്ത്. ഡോക്ടറുടെ സ്മാരകം വെച്ചിട്ട് ഗുരുജി നിർത്തിയതാണ്. ഗുരുജി പറഞ്ഞു ഡോക്ടർജിക്ക് മാത്രം സ്മാരകം, അതിന് ശേഷമുള്ളവർക്ക് സ്മാരകമില്ല. ദേവർസി പറഞ്ഞു ഡോക്ടർ ജിക്കും ഗുരുജിക്കും ഫോട്ടോ, അത് കഴിഞ്ഞുള്ളവർക്ക് ഫോട്ടോ ഇല്ല, ഫോട്ടോ വയ്ക്കേണ്ട. ശാഖയിൽ വയ്ക്കാറില്ല. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് BJP ഭരിക്കുന്നു, എത്ര സംസ്ഥാനങ്ങളിൽ കേന്ദ്രമടക്കം എവിടെയെങ്കിലും ഹെഡ്ഗേവാറിൻ്റെ പേരിൽ, ഗോൾവൽക്കറിൻ്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലം, അത് ഇത് കണ്ടിട്ടുണ്ട്. ഗ്രൗണ്ടിന് പേര്, കെട്ടിടങ്ങൾക്ക് പേര് വേണമെങ്കിൽ ഇടാം. 10-30 വർഷമായിട്ട് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ മഹാരാഷ്ട്രയിലോ ആരോ ഏതോ ഒരു ലൈബ്രറിക്കോ സംതിങ് പേരിട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതൊരു സംഘ സ്വഭാവമല്ല. ഇനി അഥവാ ഇടണമെങ്കിൽ തന്നെ അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാവാനും പാടില്ല.